ഹലോ ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ് എവരിബഡി. ഇന്ന് രാവിലെ പത്തിരി കറി. തേങ്ങാപ്പാൽ ഇന്നുണ്ടാക്കുന്നില്ല. പിന്നെ ചിക്കൻ കറി, മിനിയാന്നത്തെ ചിക്കൻ കറിയുടെ ബാക്കി ശക്കലം കൂടെ ഉണ്ട്. അതുകൊണ്ട് ഇന്ന് പത്തിരി ഉണ്ടാക്കിയേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ രാവിലെ പത്തിരി. പിന്നെ പത്തിരിയുടെ ഷേപ്പൊന്നും ഞങ്ങൾ നോക്കുന്നില്ല. സോസർ വെച്ച് നമുക്ക് റൗണ്ട് ആക്കാം. പിന്നെ ഇനി അതിൻ്റെ റൗണ്ടിൻ്റെ അറ്റത്തൂടെ വരുന്ന എടുക്കണം, കുഴയ്ക്കണം, പിന്നെ അത് വരുത്തണം. അതിലും ഭേദം നമുക്കല്ലേ, ഇത് സെയിലിനല്ലല്ലോ. അതുകൊണ്ട് ഞാൻ ഓർത്ത് ഇങ്ങനെ ഇരിക്കട്ടെ ഇത് കേട്ടോ. അപ്പോൾ ബാക്കി പത്തിരിയും കൂടെ ചുടട്ടെ. സോഫ്റ്റ് പത്തിരി കേട്ടോ, ഉണ്ടോ, നല്ല വെള്ള കളറ് സോഫ്റ്റ്. അപ്പം ബാക്കിയും കൂടെ ചുടട്ടെ, ചുട്ടിട്ട് കാണിക്കാവേ. അങ്ങനെ ഞങ്ങളുടെ പത്തിരി റെഡിയായി. ചിക്കൻ കറി ചൂടാക്കി ഇവിടെ വച്ചിട്ടുണ്ട്. ഞങ്ങളുടെ കുഞ്ഞാവ കഴിക്കാൻ പോവാണ്. തരട്ടെ കുഞ്ഞാവേ? കുഞ്ഞാവ ഒരു 3 എണ്ണം കഴിച്ചു. നല്ല സോഫ്റ്റ്. ഈ ചിക്കൻ കറി എടുത്തോളൂ, കഴിച്ചോളൂ. ചിക്കൻ കറിയുടെ ചാറ് പറ്റിപ്പോ അല്ലേ? സാരമില്ല, കഴിച്ചോട്ടോ. എങ്ങനെയുണ്ടെന്ന് പറയണേ. അടിപൊളി. പത്തിരി തന്നെ കഴിച്ചു നോക്കിയാൽ എങ്ങനെയുണ്ടെന്ന്, വായി നിറക്കിയിട്ട്. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ഇനി ഞങ്ങൾ അവിയൽ വെക്കാൻ പോവാം. ചോറ് വെച്ചു വാർത്തു. ഇനി അവിയൽ, ഒരു ശക്കലം പുളിശ്ശേരിയും ശക്കലം സാമ്പാറും ഇരിപ്പുണ്ട്. ശക്കലം ഇന്ന് ഉച്ചയ്ക്ക് എനിക്ക് ആരെണ്ണം എനിക്കും കൂട്ടാൻ. അപ്പം ഞാൻ പറഞ്ഞു ഇന്ന് ചിക്കനൊന്നും വെക്കണ്ട, പിന്നെ ചാറുകറിയും വേറെ വെക്കണ്ട, നമുക്കിന്നൊരു അവിയലങ്ങ് വെക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ചെറിയ അവിയൽ, ശകലം അവിയൽ ഉച്ചയ്ക്കും വൈകിട്ടും കൂട്ടി അങ്ങ് തീർക്കണം. പിറ്റേ ദിവസത്തേക്ക് വെച്ചാൽ കൊള്ളത്തില്ല. മോനെ എനിക്ക് വേറൊരു ചെരുവം തന്നെ. അപ്പം അങ്ങനെ ഞാനിവിടെ അരിയുന്നു, ആരൻ പാത്രം കഴുകുന്നു. ഇതുണ്ടോ എൻ്റെ ഉടുപ്പിരിക്കുന്നുണ്ടോ, കുതിർന്നിഞ്ഞി പിഴിയ. രാവിലെ അടുക്കളയിലോട്ട് കയറിയപ്പോൾ തൊട്ടുള്ളതാണ്. പാല് കാച്ചാനായിട്ട് അങ്ങോട്ട് വെച്ച്, പിന്നെ കയറിയപ്പം തൊട്ട് ഇതുപോലെ ഒഴുകുക, ഇതുപോലെ കണ്ടോ. അയ്യോ എൻ്റെ പൊന്നോ, ഒരു രക്ഷയില്ല. മക്കളെ ഒരു പാത്രം തരണേ. ചട്ടി അത് മതി. ഭയങ്കര ചൂടാണ് ഇവിടെ. 5-6 മഴ കിട്ടിയതാട്ടോ. എന്നിട്ടും അങ്ങോട്ട് പകലേ ഇങ്ങനെ മൂടിക്കിടക്കുവേ. ഇപ്പം ഇന്ന് മൂടിയല്ല, ഇന്ന് നല്ല വെയിലുണ്ട്. അയ്യോ, പക്ഷേ ഭയങ്കര. അവിയലിന് വലിയ കഷ്ണമൊന്നുമില്ല. മുരിങ്ങയ്ക്ക ഇവിടെ ഉള്ളതൊക്കെ എടുക്കുക. മുരിങ്ങയ്ക്ക, പടവലങ്ങ, പിന്നെ മുരിങ്ങയ്ക്ക, പടവലങ്ങ, വെള്ളരിക്ക, 2 കുഞ്ഞ് കിഴങ്ങ്. വേറെ ചേനയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ കൊഴുപ്പിന് 2 കുഞ്ഞ് കിഴങ്ങ് ഇവിടെ കിടന്നേ. അത് ക്യാരറ്റ്, മുരിങ്ങയ്ക്ക, പടവലങ്ങ, വെള്ളരിക്ക, 2-3 ബീൻസും എടുത്തു. ബീൻസൊന്നും ആരും അവിയലിന് ഇടത്തില്ല, നമുക്കുള്ള കഷ്ണം ഇട്ട് വെക്കണ്ടേ. അത് കാരണം ഞാൻ ക്യാരറ്റും ബീൻസും നമ്മളിങ്ങനെ നൂഡിൽസിനും ഫ്രൈഡ് റൈസ് വെക്കുവാണെങ്കിലും ഒക്കെ ഇടാനായിട്ട് മേടിച്ച് വെക്കുമല്ലോ. അപ്പോൾ അത് ഞാൻ പറഞ്ഞു, മോനെ അത് ഒരു ശകല ഇടാൻ നമുക്കിങ്ങനെ എടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ അതും ബീൻസും ക്യാരറ്റും പടവലങ്ങായും പിന്നെ വെള്ളരിക്കായും മുരിങ്ങയ്ക്കായും 2 കുഞ്ഞു കിഴങ്ങ് മതി. പിന്നെ ഞാൻ സവാള ഉള്ളി ഇടും കേട്ടോ. തേങ്ങയ്ക്കകത്ത് ഉള്ളി ചതച്ചിടുന്നത് അല്ലാതെ തേങ്ങയ്ക്കകത്ത് ഇനിയിപ്പം ചതച്ചെടുത്തില്ല. ഇപ്പം ഞാൻ സവാളയും ചുമന്നുള്ളിയും കൂടെ അങ്ങ് കീറിയിടും. ഞാനൊന്ന് നനഞ്ഞ പോലെ സാമ്പാറാണ് വെക്കുന്നത്.
ഉണങ്ങിയിരിക്കുന്ന എനിക്കിഷ്ടമല്ല. ഇച്ചിരി ഒന്ന് ദുഃഖവെള്ളിയാഴ്ചയൊക്കെ അവിയൽ, അയ്യോ സാമ്പാറല്ല അവിയൽ, ദുഃഖവെള്ളിയാഴ്ചയൊക്കെ അവിയൽ വെക്കത്തില്ലേ, അതുപോലെ ഇച്ചിരി നീട്ടിയാണ് വെക്കുന്നത്. എനിക്ക് ഇങ്ങനെ കുഴഞ്ഞിരിക്കണം, ഇച്ചിരി നീണ്ട, അല്ലാതെ ഇങ്ങനെ ഡ്രൈ ആയി ഇഷ്ടമല്ല. വേർത്ത് കുളിക്കുക, അതിനനുസരിച്ച് ഞാൻ വെള്ളം കുടിക്കുക. മോനെ കുജേല വെള്ളം വേണം, അതിനനുസരിച്ച് ഞാൻ വെള്ളം കുടിക്കുക, അതിനനുസരിച്ച് നമ്മൾ ഒഴുകി അങ്ങ് പോവുക. അയ്യോ ഇരുമ്പപ്പുളി ഇന്നലെ ആരൻ ഇച്ചിരി പറിച്ച് ഉണക്കാൻ വെച്ചു കേട്ടോ. ആരോ വിളിക്കുന്നല്ലോ. കുഞ്ഞു ഫോൺ എടുത്തോ, മറ്റേ ഇവരാ മദ്രാസ്. എടുത്തോ, ഫോൺ എടുത്തോ, എളുപ്പം എടുത്തു, കൈ പറിച്ചിട്ട് വാ. നമ്മളുടെ അവിയൽ കുക്കറിലാണ് വെച്ചത്. ഒരു കുഞ്ഞു വിസിലിങ്ങി വന്നപ്പോഴേ നിർത്തി, അല്ലെങ്കിൽ വെന്തളഞ്ഞു പോകും. പിന്നെ ഇനി നമുക്ക് തേങ്ങ, ഒരു നുള്ളു ജീരകം, ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, 5-6 ചുമന്നുള്ളി, ഒരു കുഞ്ഞു ചുള വെളുത്തുള്ളി, ഇത്രയും മാത്രം ഒന്ന് ഒതുക്കിയെടുക്കാം. ചുമ്മാ ഒന്ന് ഒതുക്കിയെടുക്കാം. ചുമന്നുള്ളി ഞാൻ സവാള ഒരെണ്ണം അരിഞ്ഞ് കഷ്ണത്തിൻ്റെ കൂടെ ഇട്ടപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ചുമന്നുള്ളി ഇടുമെന്ന് പറഞ്ഞില്ലേ, പക്ഷേ ഞാൻ ഇട്ടില്ല. എനിക്കിങ്ങനെ ഈ അരപ്പിനകത്ത് ഇങ്ങനെ ഒതുക്കുന്ന ഇഷ്ടം. പിന്നെ ഞാനൊന്ന് ചുമ്മാ വേറെ രീതിയിൽ അങ്ങോട്ട് വെക്കാമെന്നോർത്ത് പറഞ്ഞതാ, പക്ഷേ വേണ്ട, എൻ്റെ ഈ രീതിയിൽ തന്നെ ചെയ്യാൻ പോവാം. ഓക്കെ, അപ്പോൾ ഇതൊന്ന് ഒതുക്കിയെടുക്കട്ടെ. കുക്കറിൽ നിന്ന് ഞാൻ ചട്ടിയിലോട്ട് പകർത്തിയിട്ടുണ്ട്. ഇനി അരപ്പും റെഡി ആയിട്ടുണ്ട്. അരപ്പിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാം. ലേശം ഉപ്പിട്ട് കൊടുക്കാം, അരപ്പിട്ടല്ലേ. ഇനി നമുക്ക് ഒന്ന് തീ കുറച്ച് മൂടി വെക്കാം. അവിടെ ഇരുന്ന് റെഡി ആകട്ടെ. നനഞ്ഞിരിക്കണം എനിക്ക്, ഞാൻ പറഞ്ഞില്ലേ ഇച്ചിരി വെള്ളം പോലെ കറക്റ്റാണ്. ചൂട് അരപ്പൊക്കെ ഒന്ന് വേകട്ടെ. നമ്മളുടെ കറിവേപ്പില ഇല്ല, എന്നാ ചെയ്യാനാ. ഇതിപ്പോൾ താഴത്തെ തൊടിയിൽ നിന്ന് കുഞ്ഞൊരു തൈ, അതിൽ നിന്ന് 2 എണ്ണം അടത്തിയെടുത്തു. അല്ല ഇപ്പോൾ എന്നാ ചെയ്യുന്നു. കറിവേപ്പില ഇല്ലാതെ അവിയൽ വെച്ചിട്ട് വല്ലോ കാര്യമുണ്ടോ. ഇവിടെ ഇരിക്കട്ടെ, ഉപ്പൊന്ന് നോക്കിയേക്കാം. എല്ലാം കറക്റ്റ്. ഇനിയിപ്പം ഒന്ന് അരപ്പൊക്കെ ഒന്ന് യോജിച്ച് സൂപ്പറാണ്. നല്ല നാടൻ മാങ്ങയല്ലേ. ഇരിക്കട്ടെ, ഒന്നുകൂടെ ഒന്നാകട്ടെ. സൂപ്പർ അവിയലാട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ചില്ല എന്നിട്ട് പോലും ഉണ്ട് ഇങ്ങനെ ഒന്ന് നനഞ്ഞിരിക്കുന്ന എനിക്കിഷ്ടം. ഇതിപ്പോൾ ചട്ടിയിലായതുകൊണ്ട് ചൂടുകൊണ്ട് ഇച്ചിരി ഒന്ന് നമ്മൾ തീ നിർത്തിയിട്ട് പോകുമ്പോൾ പറ്റും. നമുക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് ലാസ്റ്റ് ഇനിയിപ്പോൾ ഇച്ചിരി വെളിച്ചെണ്ണയും ഒഴിച്ച് നമുക്കങ്ങ് മൂടി വെച്ചിട്ട് കയറിപ്പോകാം. വിളമ്പാൻ നേരം വരാം. അന്നേരം ആ വെളിച്ചെണ്ണ ഒഴിച്ച് വെക്കുന്ന സമയത്തേ നല്ലതായിട്ട് ഒരു പിടി കറിവേപ്പില ഇങ്ങനെ മേളിലിട്ട് മൂടി വെക്കണം. വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടെ ഇങ്ങനെ ആവിയിൽ വെന്ത് അതിൻ്റെ വെള്ളം ഇറങ്ങുന്നതാണ് അവിയലിൻ്റെ ടേസ്റ്റ്. പക്ഷേ എന്നാ ചെയ്യാം, നമുക്കിപ്പോൾ ഇതുകൊണ്ട് തൃപ്തിപ്പെടാം. വെളിച്ചെണ്ണ ഒഴിച്ചേക്കാം. മതി. ഇനി തീ ഓഫ് ചെയ്യാം, മൂടി വെക്കാം. ഇനി ഇളക്കമൊന്നും വേണ്ട.
നമ്മൾ കഴിക്കാൻ നേരം ഇളക്കുക. ഓക്കേ, അപ്പോൾ ഉച്ചവരെയുള്ള പരിപാടിയൊക്കെ തീർന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ എൻ്റെ ഫ്രണ്ട്സ് യൂട്യൂബേഴ്സ് ആരും തന്നെ വീഡിയോസ് ഒന്നും കാണുന്നില്ല. ഒരു 2 ആഴ്ചയായിട്ട് എല്ലാവരും ഉഴപ്പാണ്, എൻ്റെ വീഡിയോസ് ആരും കാണുന്നില്ല. അല്ലെങ്കിൽ നിങ്ങളെടുത്ത് നോക്കിയാൽ മതി. ഒരു 2 ആഴ്ചയായിട്ടുള്ള വീഡിയോസ് എടുത്ത് നോക്കിയേ, നിങ്ങളാരും കാണുന്നില്ല. ജയയും അജിതയും ചിലത് മറന്നു പോകും, ചിലത് കാണുന്നുണ്ട്. അങ്കമാലി ചേച്ചി കാണുന്നുണ്ട്, മുംബൈ അച്ചയൻസ് കാണുന്നുണ്ട്, പിന്നെ റാണി ജോസ് ഇടയ്ക്ക് കണ്ടു. എന്നാലും ഇനിയും കാണാൻ ഒത്തിരി കിടപ്പുണ്ട്. സുപ്രിയ ചിലത് കാണാൻ ഇനിയുണ്ട്. വീട്ടമ്മയും 1-2 എണ്ണം കാണാനുണ്ട്. അങ്ങനെ എനിക്കറിയാം. കുട്ടനാടൻ ഇടയ്ക്ക് വരുന്നുണ്ട്. ഇഷ്ടം പോലെ ആൾക്കാർ. ബിജീസ് ഇടയ്ക്ക് കാണാനുണ്ട്. അങ്ങനെ ഒത്തിരി പേര് കാണാനുണ്ട്. ഞാൻ എല്ലാവരുടെയും ഇരുന്ന് ചകഞ്ഞിരുന്ന് എല്ലാ ദിവസവും വെളുപ്പിന് 2 മണിക്കാണ് ഞാൻ കിടക്കുന്നത്. കാരണം ഇപ്പോൾ കൊച്ചിന് അവധി ആയതുകൊണ്ട് എനിക്ക് 7 മണിക്കൊക്കെ എഴുന്നേറ്റാൽ മതിയല്ലോ. 5 മണിക്കൂർ ഉറങ്ങുന്നത്. എന്നാൽ പോലും ഞാൻ ഫുള്ള് കാണുന്നുണ്ട്. എന്നാ മേലായികയാണെങ്കിലും ആരുടെയും വീഡിയോ പെൻഡിങ് ഇല്ല. പക്ഷെ നിങ്ങളെല്ലാവരും പെൻഡിങ്ങാണ്. എന്നോട് സ്നേഹമുണ്ടെങ്കിൽ എല്ലാവരും എൻ്റെ ചാനലിൽ വന്നിട്ട് വീഡിയോസും ഷോർട്സും എല്ലാം ഒന്ന് നോക്കണം. അപ്പോൾ അറിയാം ഏതൊക്കെ കാണാതുണ്ടെന്ന്. അപ്പോൾ എല്ലാവരും പെൻഡിങ്ങുള്ളതൊന്ന് കണ്ട് എന്നെ ഹെൽപ്പ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾ എൻ്റെ ഫ്രണ്ട്സ് യൂട്യൂബേഴ്സും മാത്രം കണ്ടാൽ തന്നെ എനിക്ക് രക്ഷപ്പെടാം. അതുകൊണ്ട് എല്ലാവരും ഞാൻ വീണ്ടും കൈ കൂപ്പി പറയുക, എല്ലാവരും ഒന്ന് ഫുള്ള് വീഡിയോസും ഷോർട്സും കാണാനുള്ള എല്ലാം പെൻഡിങ്ങുള്ളതെല്ലാം ഒന്ന് കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, ബൈ, താങ്ക് യു, ഗോഡ് ബ്ലെസ് യു ഓൾ. പിന്നെ അടുത്ത പുതിയ വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബായ്. ചക്കരയുമ്മ. കിളിമീൻ വറുത്തതും ഉണ്ട് ഇന്ന് ഉച്ചയ്ക്ക് ചോറിനെ, പറയാൻ മറന്നുപോയി കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ എല്ലാവരും എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യുക. പിന്നെ ഇനിയിപ്പോൾ ഊണ് കഴിക്കുമ്പം ചിലപ്പോൾ കാണിക്കാം, ചിലപ്പോൾ കാണിക്കത്തില്ല. ഇലയിൽ ഉണ്ണണമെന്ന് ആഗ്രഹിക്കുന്നു. നോക്കട്ടെ. ആരൻ്റെ മൂഡ് പോലെ ഇരിക്കുക ഇല വെട്ടുന്നത്. അവ എന്തോടുക്കാൻ പോവാ? ഓ, എന്നാക്കി ഇന്ന് കഴിക്കാൻ? തൈര്, മീൻ വറുത്ത്, മോര്, അവിയല്, ചിക്കൻ, സാമ്പാർ, കടമക അച്ചാർ, കാന്താരി അച്ചാർ, ഉപ്പ്, ചോറ്, വെള്ളം. എന്നാൽ വിളമ്പിട്ട് തന്നെ വിളമ്പിക്കോ. നോക്കട്ടെ, വിളമ്പാൻ അറിയാവുന്ന. എളുപ്പം വിളമ്പണം, 1 മിനിറ്റിനുള്ളിൽ വിളമ്പണേ. സ്പീഡി വിളമ്പ്, എല്ലാ സൈഡി. ആദ്യം ഉപ്പായിരുന്നു വിളമ്പണ്ടേ. കുഴപ്പമില്ല, എളുപ്പമാട്ടെ. എളുപ്പം എടുക്ക, പെട്ടെന്ന്. സ്പീഡ് പഠിച്ചേ, സ്പീഡ്. കണ്ണിമാങ്ങ വേണോ? വേണ്ട. ചിക്കൻ, സാമ്പാറും പുളിശ്ശേരിയും പിന്നെ മതിയോ? കാന്താരി പിന്നെ വേണ്ടല്ലോ. അച്ചാറും വേണ്ട, കണ്ണിമാങ്ങായും വേണ്ട അല്ലേ? ഓക്കെ. മോരാ പുള്ളിക്ക് ഭയങ്കര ഇഷ്ടം. മോരും മീൻ വറുത്തതും. കുഞ്ഞാവ കഴിക്കുന്നൊന്ന് കാണട്ടെ. ഞങ്ങളിന്ന് ഇലയ്ക്കാത്ത ഇല ഇങ്ങനെയല്ലേ ഇടണ്ടേ? എൻ്റെ ഇല തിരിച്ചിടണം, ഞാൻ ഇട്ടോളാം. കുഞ്ഞാവയുടെ കറക്റ്റാണ്. അവിയൽ എങ്ങനെ ഉണ്ടെന്ന് പറയാം. പുളിശ്ശേരിയൊക്കെ ഇന്നലത്തെ അല്ലേ. പുളിശ്ശേരിയൊക്കെ കഴിഞ്ഞ ദിവസത്തെയാണ്, സാമ്പാറും കഴിഞ്ഞ ദിവസത്തെ, എല്ലാം ഇന്നും കൊണ്ട് ഇത് കൂട്ടി തീർക്കുക. ചിക്കനും കഴിഞ്ഞ ദിവസത്തെയാണ്, കിളിമീനും അവിയലും മാത്രം ഇന്നത്തെ. അടിപൊളി അവിയലാണോ? നല്ല പുളിയുണ്ട്. ആരണ്ണേ എല്ലാത്തിനും പുളി വേണം, നല്ല പുളി വേണം. ചാറുകറി മാങ്ങ ഇട്ട് വെച്ചാലും നല്ല പുളി വേണം. പിന്നെ അവിയൽ വെച്ചാലും പുള്ളിക്ക് നല്ല പുളി വേണം. നാടൻ മാങ്ങയുടെ ടേസ്റ്റ് ഇഷ്ടമാണ്. അപ്പോൾ ഓക്കെ, എല്ലാവരും അമ്മേനെ ഒന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് പറ. ശരിക്കും പറ, അല്ലേ അവരാരും കാണുന്നു പോലും ഇല്ല. പിന്നെ എങ്ങനെ കാണുന്നുണ്ടോ? കാണും. കാണും. അപ്പോൾ കൊച്ചിന് നല്ല വിശ്വാസം, നിങ്ങളെ കാണുമെന്നാണ് പറയുന്നത് എല്ലാവരും. അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ കാണണം കേട്ടോ. ഓക്കേ.